ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ കറി എളുപ്പത്തിൽ വെക്കാം. ചിക്കൻ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കറി ഞാനതിൻ്റെ വെള്ളം കളയാൻ വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളിക്ക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ അരിഞ്ഞു വെക്കണം. എണ്ണ ചൂടായൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കടുക്, മുളക്, കരിവേപ്പില എന്നിവ ഇടുക. അതിനുശേഷം അതിലേക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർക്കണം. അതിലേക്ക് ഉള്ളിയിട്ട് ഉപ്പും പച്ചമുളക് ഇട്ട് വഴറ്റുക. മഞ്ഞൾപ്പൊടി, ഒന്ന് വഴറ്റി അടച്ചു വെക്കണം. വെള്ളം പോകാൻ വെച്ച് ചിക്കൻ എടുത്ത് ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് നാരങ്ങ നീരോടെ പിഴിഞ്ഞ് ചേർക്കണം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നല്ലതായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വെക്കണം. നാരങ്ങ നീരില്ലെങ്കിൽ തൈര് വേണേലും ചേർക്കാം. അതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാലും മതി. കുക്കറിൽ ഇച്ചിരി കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ കൂടി എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ മസാല പുരട്ടി വെച്ച ചിക്കന് വെച്ച് നമുക്കൊന്ന് ഒരു 2 വിസിൽ കൊടുക്കാം. 2 വിസിൽ. അപ്പോഴത്തേനും നമ്മുടെ ഉള്ളി ഒരു പരുവമായിട്ട് വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് ചേർക്കണം. ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. മറ്റേ ചിക്കനകത്തും കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് ചേർത്താൽ മതി. എരിവിന് നിങ്ങളുടെ എണ്ണ വെള്ളം ഒഴിച്ചിട്ടില്ലേ പോലും തന്നെ അതിനകത്ത് വെള്ളം കണ്ടോ? ആ വെള്ളം കളഞ്ഞതാണ്. അതാദ്യം ഒന്ന് വഴറ്റിയതിനകത്തോട്ട് ഇടണം. ആ വെള്ളം ഒന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് വേണം ചിക്കനകത്തോട്ടിട്ട് നല്ലതായിട്ട് ആ മസാല പിടിച്ച് കഴിയുമ്പോൾ ഒന്ന് തക്കാളിക്ക പിന്നെ ചേർത്താലും മതി. ഉള്ളി ചേർക്കുന്ന കൂട്ടത്തിൽ ചേർക്കുന്നവരുണ്ട്. ഇതാകുമ്പം എളുപ്പത്തിനങ്ങ് തീരും. പിന്നെ ചിക്കൻ മസാല, ഗരം മസാലയോ ചിക്കൻ മസാലയോ, ഞാൻ കൂടുതലും ഗരം മസാല പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കുന്നത്. ചിക്കൻ മസാല ചിലപ്പോൾ കാണാൻ ചേർക്കത്തുള്ളൂ. ചാറ് വേണ്ടവർക്ക് ഇച്ചിരി ചാറ് ഗ്രേവി ആയിട്ട് വെക്കാം. അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് പറ്റണം. വെള്ളം വഴറ്റിയെടുക്കണം. അതിലേക്ക് കരിയാപ്പല, മല്ലിയില എന്നിവ തൂക്കി വിളമ്പാം. ലാസ്റ്റ് ചേർത്താൽ മതി മല്ലിയിലയും കരിയാപ്പലയും. മറ്റേത് ഞാൻ മല്ലിയില അരിഞ്ഞ് വെക്കാറുണ്ട്, പക്ഷെ ഇന്ന് പറ്റിയില്ല. അതാണ് ഞാനിപ്പോൾ തന്നെ അരിഞ്ഞിരുന്നത് കേട്ടോ. ചിക്കൻ കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അധികം മസാല ഒന്നും ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി ഞാനങ്ങനെ ചേർക്കാറില്ല. മല്ലിപ്പൊടി അധികം ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. നമുക്ക് ചോറിൽ വിളമ്പാം. ചോറും ചിക്കനും അവിയലുമാണ് ഇന്നത്തെ വിഭവം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
കമൻ്റ് ഇടണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.